പാത്തുമ്മ പോയ പടച്ചോനാണ് പിന്നെ ഞാനില്ല. അറിയൂടാ, എന്തൊക്കെ പറഞ്ഞാലും അവള് പൊന്നാണ്, പൊന്ന്. 14 വയസ്സിൽ തുടങ്ങിയത് അവക്ക് എന്നോടുള്ള ഇഷ്ടം. പോയില്ലേ, എല്ലാം പോയില്ലേ. എന്തിനാണ് ഇങ്ങനെ തേങ്ങുന്നത്? എങ്ങനെ തേങ്ങാതിരിക്കും? തേങ്ങ എങ്ങനെ വേണോ തിരിക്കാം. അവളുമാര് പോകാതിരിക്കാൻ തരയില്ല. വെടിവഴിപാടല്ലേ വിഷയം. എന്റെ എൽസ പറഞ്ഞു പോട്ടേന്ന് വിചാരിക്കാം. പക്ഷെ എന്റെ മോൻ മാത്തുക്കുട്ടി എങ്ങാനും പറഞ്ഞാൽ അവൻ വഴി വലിച്ചു പോകുന്നതാണ് എന്റെ പേടി. നിനക്ക് തെറ്റി. നിന്റെ മോനിത് അറിഞ്ഞാൽ വടുതല വത്സല വഴിതെറ്റി പോകുന്ന എന്റെ പേടി. നിങ്ങൾ കരയണ്ട. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയാം. സ്ത്രീകളുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും താണു കൊടുക്കാൻ പാടില്ല. എന്നെ പോലെ നെഞ്ചും വിരിച്ച് നിൽക്കണം. ഞാൻ എന്റെ ഭാര്യ ഉണ്ടല്ലോ, വരച്ച വരയിൽ നിർത്തും. പക്ഷെ എവിടെ വരയ്ക്കണോന്ന് അവള് തീരുമാനിക്കും. പപ്പു പോയിട്ടില്ലേ അവളന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ? അവൻ പോയിട്ട് എന്തുണ്ടാക്കാൻ? അവന്റെ ഒറ്റൊരുത്തന്റെ സൂക്കേടല്ലേ ഇത് ഇവിടം വരെ എത്തിച്ചത്. അവന്റെ കാര്യം ഇന്ദു അതൊട്ട് ചാൽവാവോ? അതുമില്ല. അത് ശരിയാ. ഇന്ദു അവനായിട്ടുള്ള പ്രശ്നം തീർത്താ കോളേജിലെ ക്നാപ്പ് പരിപാടി നമുക്ക് അവസാനിപ്പിക്കായിരുന്നു. അതിന് അവന് പറയാനുള്ളത് കേൾക്കാൻ അവളൊന്ന് നിന്നുകൊടുക്കണ്ടേ? അളിയാ, അവളെ നമ്മൾ പൊക്കിയിരിക്കും. അവള് ഹോസ്റ്റലിൽ ഏത് കോത്തായത്തിലായാലും ഇന്ന് നമ്മൾ അവളെ പൊക്കും. അതെ. എടാ തമ്പി, നീ ലാബിൽ പോയി മയക്കാനുള്ള എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഓക്കെ, ഞാൻ പോയി ലാബിൽ നിന്ന് കുറച്ച് യൂണിഫോം എടുത്തോണ്ട് വരാം. നല്ല യൂണിഫോം അല്ലടാ, ക്ലോറോഫോം. കള്ളുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ടേ. BSc 3 വർഷം പഠിച്ചത് വെറുതെ അല്ല. ഈ ക്ലോറോഫോമിന്റെ സ്പെല്ലിംഗ് K യിലാണോ G യിലാണോ തുടങ്ങുന്നത്? ഇനി നിങ്ങൾക്കൊരു സത്യം അറിയോ? സത്യം? ഈ ഹോസ്റ്റലിൽ എത്ര പെമ്പിള്ളാരെ ഞാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ? എങ്ങനെ? ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ. ഇവള് ഉറങ്ങി കാണുവോ? അതിനല്ലടാ ഈ ക്ലോറോഫോം. ക്ലോറോഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നീ ഓൾറെഡി ഫിറ്റാ. ഇത് ക്ലോറോഫോം തന്നെയാണോടെ? നിനക്ക് സംശയം മണപ്പിച്ച് നോക്കടേ. സമയം കളയാ. ശരി, പിടിക്കല്ലേ, ചാടാൻ പറഞ്ഞു. അവൻ ചാടി. മുന്നോട്ട് അവനും മതിലിയാടി എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. നിങ്ങൾ പാടാൻ നോക്കി നിൽക്കാൻ സമയം കളയാതെ പോ. അവന് കാര്യം നടക്കണമെങ്കിൽ പാത്തുമാരെടുത്ത് പോലും മതിലിയാടി പോണം. എടാ, ഇത് വളരെ സിമ്പിൾ ആടാ, പാടാ. നിനക്കിത് സിമ്പിള്, നമുക്കിത് മതിലാടാ. ആക്രാന്ത കാണിക്കല്ലേ. പിടിച്ചോ. ഇതിലേതാടാ മതില്? എന്തുകൂടെ കാണിക്കുന്നു? ഹലോ ചേട്ടാ, ആരുമില്ല ഇവിടെ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കാര്യം? അവിടെ 3 പേരും മയില് കയറണു. 3 പേരും മയില് കയറണൂന്ന് ഇവിടെ. അതാരാണ് ഈ രാത്രി മുതലാടാൻ വരുന്നേ? എന്ത് നോക്കി നിൽക്കടാ, പാടാ, പെട്ടെന്ന് ചാടി വാ. ഈസി അല്ലേ? വെരി ഈസി. ഓ, അങ്ങനെയല്ലടാ, ഇങ്ങനെ മാറ്. ഈശ്വര, നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നില്ലടേ. ഇടത് കാലം സൂക്ഷിച്ചു കരുത്. സിമ്പിൾ ആണ്. നിനക്ക് ഭ്രാന്താടാ പന്നി. ഒരു സ്ഥലത്ത് ഇല്ലടാ. ഇവൻ മതിലാടാ സമ്മതിക്കണില്ലെന്നേ. അവര് തന്നെ മതിലടി കളിക്കുക. ഇവ ഹനുമാന്റെ ജന്മമാടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല. ഇത് ക്ലോറോഫോം തന്നെ. പോര്. ഇന്നിനി വയ്യ, നാളെ ആവട്ടെ. മതില് ചാടി പോയാ മതിയായിരുന്നു. നാളെ ചാടാം. ഞാൻ പറയുന്ന പോലെ എല്ലാരും അനുസരിച്ചോ. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. അയ്യോ, എടാ, പെൺപിള്ളാരിങ്ങനെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നതാണ് എന്ത് രസമാണെന്നറിയാവോ? ഒന്ന് കണ്ടിട്ട് വരാടാ പ്ലീസ്. എടാ, അവരുടെ ആങ്ങളമാര് കണ്ട നിന്റെ കിടപ്പ് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അതന്നെ. അതെ, ഈ ഇന്ദുന്റെ മുറി എവിടെ? അത് ഇന്ദുവിനോട് എന്നെ ചോദിച്ചാ പോരെ. അല്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ മാറ്ററിനോട് ചോദിക്കാം. അവരുടെ കയ്യിലാവുമ്പോ എല്ലാവരുടെയും രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. നേരം കളയാതെ പോയി ചോദിക്കേ. അതെ, ഈ മാറ്ററിന്റെ മുറി എങ്ങനെ കണ്ടുപിടിക്കും? ഇവൻ പോകുന്നുണ്ട. ഇവനിതെല്ലാം അറിയാം. നീ ഇവിടെ തന്നെ താമസം. ഇതെന്താ ലേഡീസ് ഹോസ്റ്റലില് ഹെയർ പിന്നോ? ഒരു ഐഡിയ. ഇന്ദു ടീച്ചറുടെ നമ്പർ ഉണ്ട്. ഡയൽ ചെയ്ത ബെല്ലടിക്കുന്ന റൂമിൽ കയറി പൊക്കിയാ പോരെ. അതിന് ഇന്ദു ടീച്ചറുടെ നമ്പർ ഇല്ലല്ലോ. ദമയന്തി ടീച്ചറുടെ നമ്പറുണ്ട്. അവർ രണ്ടുപേരും ഒരു റൂമിലാണ് കിടക്കുന്നത്. എങ്കിൽ കുത്തളിയ നമ്പര് ഇവൻ ഡയൽ ചെയ്യുമ്പോ ഏത് റൂമിൽ നിന്ന് ബെല്ല് കേൾക്കും നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഓരോ റൂമിലായിട്ട് വിന്യസിച്ചോ. കിട്ടി, ബെല്ലടിക്കുന്നു. ഹലോ ദമയന്തി ടീച്ചറെ, ഞാൻ കമ്പിയാ, അല്ല തമ്പിയാ. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. ഏത് നമ്പറിലാ വിളിച്ചു? ഓരോ മുറിയിലും റിങ് കേൾക്കണില്ല. എന്റെ പൊന്ന് രക്ഷ, ഞാൻ ദമയന്തിക്കിട്ട് കുത്തിയതാ, കൊണ്ടത് ഡയാനിക്ക്. അതേതാണ് ആ പിശാച്? ആ പിശാച് എന്റെ ഭാര്യയാണ്. എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
നോക്കിട്ട് കുത്തടാ. കുത്തി കുത്തി കുടുംബത്തിന്ന് പുറത്തായി. ഇനി മാറല്ലേ. ബെല്ലടിക്കുന്നു. അവിടെ അങ്ങോട്ട് ചെല്ലണം. അവിടെ come on. സൈലന്റ് മോഡിലിടാഞ്ഞത് ഭാഗ്യം. ചവിട്ടി തുറക്കല്ലേ. പോകടാ. കൈയിട് കൈയിട് അകത്തിട്ട് കൈയിട്. താഴേക്കിട്. അവനല്ല കുറ്റി താഴേക്ക്. അവിടെ ചെന്ന് ആക്രാന്തൊന്നും കാണിക്കല്ലേ. ഇതെന്താ ഈ വാതിൽ ഇങ്ങനെ? എനക്ക് കൊണ്ടുപോടെ അവൻ വന്നില്ലേ? നീ വരുന്നില്ലേ? ക്ലോറോഫോം കയ്യിൽ മണപ്പിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോ. ഞാൻ കരുതി കെട്ടിടം തകർന്നെന്ന്. ഇന്തോ മഴ ഇന്തോ വിളിക്കാതെ അവരങ്ങനെ കേക്കും. കുറച്ചു നേരം ഇരിക്കാം, ശ്വാസം കിട്ടില്ല. പുതപ്പ് കണ്ടപ്പോ എനിക്ക് വരാൻ തോന്നല്ലടാ. ഞാൻ ഇന്ന് ഉറങ്ങിക്കോട്ടെ അവിടെ കിടന്ന്. ഏതാ പിശാച്? എടാ ഇത് ഹിന്ദു ഫിറ്റാന്ന് തോന്നുന്നു. കിടന്നാടുന്നത് കണ്ട. ആരും വേളം വെക്കരുത്. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തത് വെടിയിറച്ചിയാ? ഏയ് ഞങ്ങളാരും വെടിവെച്ചിട്ടില്ല. സത്യമായിട്ട് ഇതിന് ജീവനുണ്ട്. ഇതോ? നീ പറഞ്ഞില്ലേലും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത് എന്ത് കാര്യമില്ല. അതിന് ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുക. നിനക്ക് പറയാനുള്ളത് മുഴുവൻ നീ ഇവളോട് പറഞ്ഞു തീർക്കണം ഇന്ന് രാത്രി തന്നെ. ആരാ ഇത്? നിന്റെ കുഞ്ഞമ്മ. ഇവനെ കൊണ്ട് തോറ്റില്ലോ. ഇടി മലമ്പാമ്പ് ഇരവിഴുങ്ങി കിടക്കുന്ന പോലുള്ള ഈ കിടപ്പുണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. ഓക്കെ, ഞാൻ ഒരു ക്ലൂ തരാം. പറയല്ലേ. പാറ്റയിലില്ല, ഈച്ചയിലുണ്ട്. ചാളയിലില്ല, ചന്തിയിലുണ്ട്. നിന്റെ എന്താ മാറിപ്പോയി? അത് നീ എഴുതുമ്പോ ഞാൻ പറയുമ്പോ ഈ ഇന്ത്യ ആ ചന്തു. അയ്യോ എടാ പൊട്ടാ നിന്റെ ഇന്ദു. ഹോസ്റ്റലിൽ ഞങ്ങൾ ഇങ്ങോട്ട് പൊക്കി. എന്ത് പോക്കൃത്തിലാ നിങ്ങൾ ഈ കാണിച്ചത്? പോക്കൃതനാണ്, പക്ഷെ നിനക്ക് വേണ്ടിയല്ലേ ആളിയാ. മാതാവേ, എന്താണ് ദമയന്തിയുടെ അതേ ചായ. ശവത്തിന് ബോധം വന്നടാ. ബാക്കിയുള്ള ക്ലോറോഫോം കൊടുക്കടാ. അതിന് വേണ്ടെന്ന് കരുതി ഞാനെടുത്ത് കളഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടുന്ന് ഊരാം. സൗന്ദര്യാനുഭൂതി എണീറ്റു. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ? തിരിച്ചു കൊണ്ടാക്കാൻ പോവാ ടീച്ചർ. ഈശ്വര, അപ്പൊ കൊറേ നേരമായോ എന്നെ കൊണ്ടുവന്നിട്ട്? ഇപ്പൊ കൊണ്ടുവച്ചോളൂ. പിശാചിന്റെ കണ്ണം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഇന്ദു അല്ലാന്ന്. ഇന്ദു ഇതുമല്ല, ഇന്ദുന്റെ കാര്യം ഇങ്ങനെ അല്ല. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു കൊലപാതകം നടത്തി കൊറേ നാൾ ജയിലിൽ കിടന്നെന്ന് വെച്ചിട്ട് ടീച്ചർമാരോടൊക്കെ എന്റെ അതിക്രമം കാണിക്കലാണോ? ക്ലോറോഫോം കിട്ടി.